പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാറുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ എന്നത് ധാരാളം പാപമോചനം ലഭിക്കുന്ന ഒരു കാലമാണ്. തിന്മ ചെയ്യുന്നവരാണ് മനുഷ്യർ. അവർക്ക് പാപമോചനം നേടാനുള്ള വലിയൊരു അവസരമാണ് റമദാൻ. വിശുദ്ധ ഖുർആനിൻ്റെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാം വചനത്തിൽ അള്ളാഹു നോമ്പുകാരായ സ്ത്രീക്കും പുരുഷനും പാപമോചനം വാഗ്ദാനം ചെയ്യുന്നു. റമദാൻ മാസം വന്നിട്ട് പാപമോചനം നേടാൻ കഴിയാത്തവർ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. കാരണം എന്തെന്നാൽ, ഒരിക്കൽ പ്രവാചകൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ എന്ന് പറഞ്ഞു. പ്രവാചകൻ മിമ്പറിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, താങ്കൾ എന്തിനാണ് ആമീൻ എന്ന് പറഞ്ഞത്? അങ്ങയുടെ അടുക്കൽ ഞങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. അങ്ങ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ കേട്ടതുമില്ല. അവർക്ക് മറുപടിയായി പ്രവാചകൻ പറഞ്ഞു, ജബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ലയോ മുഹമ്മദ് നബിയെ, ഏതൊരുവൻ റമദാൻ മാസത്തെ കണ്ടുമുട്ടുകയും എന്നിട്ട് പാപമോചനം നേടാൻ കഴിയാതിരിക്കുകയും ചെയ്തോ, അള്ളാഹു അവനെ വിദൂരതയിലേക്ക് അകറ്റട്ടെ. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് റമദാൻ കഴിയുമ്പോഴേക്ക് പാപമോചനം നേടാൻ കഴിയാത്തവർ ഹതഭാഗ്യന്മാരാണ്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്തവന് അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. എന്നാൽ വെറുതെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല. കളവ് പറയലും മോശം പ്രവർത്തനങ്ങളും ഒഴിവാക്കാതെ വല്ലവനും പട്ടിണി കിടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ഈ മാസത്തിൽ ഖുർആനെ കൂടുതൽ പഠിക്കാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ റമദാനെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. ഇനിയുള്ള നാളുകളെങ്കിലും സ്വയം വിചാരണ ചെയ്യാനും പശ്ചാത്തപിക്കാനും ജീവിത വഴിയിൽ നന്മയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ ഖുർആനെ നെഞ്ചോട് ചേർക്കാനും നമുക്കൊരുങ്ങാം. പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ, കാണിച്ചു തന്ന രീതിയിൽ വ്രതമനുഷ്ഠിക്കാനും അതുമൂലം വിജയികളായി തീരാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഏവർക്കും റമദാൻ ആശംസകൾ.